എല്ലാവരെയും കുറച്ചുനാൾ കബളിപ്പിക്കാൻ പറ്റും. കുറെ പേരെ എല്ലായ്പ്പോഴും കബളിപ്പിക്കാൻ പറ്റും. എന്നാൽ എല്ലാവരെയും എല്ലാ നാളും കബളിപ്പിക്കാൻ പറ്റില്ല. മോദിയുടെ പാഴ്വാക്കുകൾ എത്രത്തോളം ജനങ്ങൾ വെറുക്കുന്നു എന്നുള്ളതിന്റെ നേർത്തെളിവാണ് ബീഹാറിലെ സമസ്തിപൂരിൽ നടന്ന മോദിയുടെ റാലിയിലെ ജനങ്ങളുടെ പ്രതികരണം. ജനങ്ങൾക്ക് മാത്രമല്ല, NDAയിലെ നേതാക്കൾക്ക് പോലും മോദിയുടെ വാക്കുകൾ കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഓർക്കണം. മോദിയുടെ സമസ്തിപൂരിലെ ഈ റാലിയിൽ നടന്ന സംഭവങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മോദിയുടെ റാലികൾക്കും റോഡ് ഷോകൾക്കും ആളുകൾ കാര്യമായി എത്താതെ ഇരിക്കുന്നത്. അതിനാൽ തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഭീഷണിപ്പെടുത്തിയും പണം കൊടുത്തുമാണ് മോദിയുടെ റാലിക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നിരുന്നത്. ബീഹാറിൽ ഇലക്ഷൻ നടക്കാൻ 2 ആഴ്ചയിൽ താഴെ മാത്രമേ ഉള്ളൂ. ഇലക്ഷൻ പ്രഖ്യാപനം കഴിഞ്ഞ ശേഷമുള്ള മോദിയുടെ ബീഹാറിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് റാലിയായിരുന്നു സമസ്തിപൂരിൽ നടന്നത്. എന്നാൽ ആ റാലിയിലെ ജനപങ്കാളിത്തവും ജനങ്ങളുടെ പ്രതികരണവും കാണിക്കുന്നത് മോദി എന്നാൽ എന്താണ് എന്ന് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്നുള്ളതാണ്. नीतीश जी के नेतृत्व में NDA का सुशासन शुरू हुआ था, लेकिन उस दौर में ഇവിടെ മോദി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിതീഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ ക്യാമറ സ്റ്റേജിലേക്ക് തിരിച്ചപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടല്ലോ. കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി മോദി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങുന്നു. മുൻകാലങ്ങളിലൊന്നും മോദി സംസാരിക്കുമ്പോൾ സ്റ്റേജിലിരിക്കുന്ന NDA നേതാക്കൾ ഇതുപോലെ ഇരുന്ന് ഉറങ്ങുന്ന സംഭവം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും എല്ലാവരുടെയും ആരാധനാപാത്രമാണ് എന്ന് അവകാശപ്പെടുന്ന മോദി പ്രസംഗിക്കുമ്പോൾ എങ്ങനെയാണ് കേന്ദ്രമന്ത്രിക്ക് ഉറക്കം വരുന്നത്? ഇനി അടുത്ത കാഴ്ച കണ്ടുകൊള്ളൂ. RJD वाले कांग्रेस को आए दिन धमकाते थे, धमकी देते थे. ഇവിടെ രാജ്യസഭാ MPയും NDA നേതാവുമായ ഉപേന്ദ്ര കുശ്വാഹ ഇരുന്ന് ഉറങ്ങുന്നു. കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസമില്ലാത്ത ബീഹാറിന്റെ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി മാത്രമാണ് മോദി പറയുന്നത് അല്പമെങ്കിലും ശ്രദ്ധിക്കുന്നതായി തോന്നുന്നത്. ഇനി മോദിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് എന്ന് കാണാം. नीतीश जी दिन रात काम कर रहे हैं, बिहार को उस बड़ी मुसीबत से बाहर निकाला है. अब 2024 के बाद से बिहार में ഇവിടെ പണം മുടക്കി കൊണ്ടുവന്ന ആളുകളാണ് ഇവർ എന്ന് വ്യക്തമായി തെളിയിക്കുന്നതാണ് ഈ രംഗങ്ങൾ. ആരും തന്നെ മോദി പറയുന്നത് ശ്രദ്ധിക്കുന്നതായി തോന്നുന്നില്ല. പലരും യാതൊരു താല്പര്യവുമില്ലാതെ പിന്നോട്ട് നോക്കിയും സൈഡിലോട്ട് നോക്കിയുമാണ് ഇരിക്കുന്നത്. സാധാരണയായി നമ്മൾ കരുതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുമ്പോൾ അവിടെ എത്തുന്ന ആളുകൾ അദ്ദേഹത്തെ കേൾക്കാൻ താല്പര്യപ്പെട്ട് വളരെ ആകാംക്ഷയോടെ സ്വന്തം താല്പര്യത്തിൽ എത്തുന്നവർ ആണെന്ന്. എന്നാൽ ഇവരുടെ ഈ താല്പര്യമില്ലായ്മ, ശ്രദ്ധിക്കാതെയുള്ള അലസമായുള്ള ഇരിപ്പ് വ്യക്തമായി തെളിയിക്കുന്നത് ഇവരെ നിർബന്ധിച്ച് ഇവിടെ എത്തിച്ചതാണ് എന്നുള്ളതാണ്. ഇനി അല്പം കൂടി മുൻപോട്ട് കാണാം. इधर आप याद रखोगे, इतनी बड़ी माताएं आई है, आप याद रखोगे. ഇവിടെ മോദി ആളുകൾക്ക് നേരെ കൈചൂണ്ടി അവരുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ എത്ര ആളുകളാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്ന് കണ്ടോ? അവിടെ ഇരിക്കുന്ന 10ൽ ഒരാൾ പോലും ഇത്രയധികം അമ്മമാർ ഇവിടെ വന്നു എന്ന് മോദി അവരെ ചൂണ്ടി പറയുമ്പോൾ അതിനോട് പ്രതികരിക്കുകയോ താല്പര്യം കാണിക്കുകയോ ചെയ്യുന്നില്ല. ഏതാനും വർഷം മുൻപ് വരെ മോദി എന്തെങ്കിലും പറയുമ്പോൾ, പ്രത്യേകിച്ച് ആളുകൾക്ക് നേരെ കൈ ചൂണ്ടുമ്പോൾ അവർ വളരെ ആവേശത്തിൽ പ്രതികരിച്ചിരുന്നു. എന്നാൽ മോദി പറയുന്നതെല്ലാം യാതൊരു കഴമ്പുമില്ലാത്തതാണെന്നും ഇത് കേട്ടിട്ടും യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുമാണ് ഇപ്പോൾ ആളുകൾ മോദി പറയുന്നത് കേൾക്കാൻ യാതൊരു താല്പര്യവും കാണിക്കാതിരിക്കുന്നത്. മോദി സംസാരിക്കുമ്പോൾ വളരെ ചുരുക്കം സമയമാണ് ക്യാമറ ആളുകൾക്ക് നേരെ തിരിയുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, മുൻപിൽ കുറച്ച് ആളുകൾ ഉണ്ടാവും, എന്നാൽ പിന്നിലേക്ക് പോകുമ്പോൾ വളരെയേറെ കസേരകൾ കാലിയാണ് എന്നുള്ളതാണ് അതിന് കാരണം. बिहार में बिजली के नए नए कारखाने लग रहे हैं. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ എത്രത്തോളം കസേരകളാണ് കാലിയായി കിടക്കുന്നത് എന്ന്. അബദ്ധവശാൽ ക്യാമറ അങ്ങോട്ട് തിരിഞ്ഞു പോയതാണ് എന്ന് വ്യക്തം. ഉടനെ തന്നെ അവിടെ നിന്ന് ക്യാമറ തിരിക്കുകയാണ്. മോദി ഇവിടെ പറഞ്ഞത് എന്താണ് എന്ന് കേട്ടല്ലോ അല്ലേ? बिहार में बिजली के नए नए कारखाने लग रहे हैं. ബീഹാറിൽ ഇലക്ട്രിസിറ്റിയുടെ
പുതിയ പുതിയ ഫാക്ടറികൾ സ്ഥാപിക്കുകയാണ് എന്ന്. എന്താണ് ഈ കറണ്ട് ഫാക്ടറി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഫാക്ടറി? മോദിക്ക് മാത്രം അറിയാവുന്ന ഭാഷയാണ് അതെന്ന് വേണം വിചാരിക്കാൻ. കാരണം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനത്തിന് പറയേണ്ട ശരിയായ പേർ പവർ പ്ലാന്റ് അല്ലെങ്കിൽ പവർ സ്റ്റേഷൻ എന്നാണ്. കാരണം എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥാപനത്തിനാണ് ഫാക്ടറി എന്ന് പറയുന്നത്. പവർ പ്ലാന്റുകൾ മാനുഫാക്ചർ ചെയ്യുകയല്ല, വൈദ്യുതി ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ മന്ദഭക്തർ ഇത് വിശ്വസിക്കുകയില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇത് തെളിവ് സഹിതം ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് സെന്റൻസിൽ തന്നെ പറഞ്ഞിരിക്കുന്നു വൈദ്യുത ഫാക്ടറി എന്ന് പറയുന്നത് കറക്റ്റ് അല്ല എന്ന്. അതിന്റെ ഹിന്ദിയിലുള്ള വാക്കുകൾ ബിജ്ലി ഘർ അല്ലെങ്കിൽ വിദ്യുത് സന്യന്ത്ര എന്നിവയാണ്. അത് മാത്രവുമല്ല, മോദി ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ വരിവരിയായി എഴുന്നേറ്റു പോവുക എന്നുകൂടി പറഞ്ഞാൽ എത്ര ദയനീയമാണ് എന്ന് ഓർക്കണം. बिहार एनडीए को अब तक का सबसे बड़ा जनादेश देगा. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, മോദി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾ വരിവരിയായി എഴുന്നേറ്റ് പോകുന്നത്. ഇവിടെ ബഹുഭൂരിപക്ഷം കസേരകളും കാലിയായി കിടക്കുകയാണ്. ആളുകൾ വരിവരിയായി എഴുന്നേറ്റ് പോവുകയാണ്. ഇവിടെയും ക്യാമറ അറിയാതെ തിരിഞ്ഞു പോയതാണ് എന്ന് വളരെ വ്യക്തമാണ്. കാരണം ഉടനെ തന്നെ ക്യാമറ അവിടെ നിന്ന് മോദിയുടെ മുഖത്തേക്ക് തിരിക്കുകയാണ്. ഇലക്ഷന് 2 ആഴ്ചയിൽ താഴെ മാത്രം സമയമുള്ളപ്പോൾ മോദിയുടെ ആദ്യത്തെ ഇലക്ഷൻ റാലിക്ക് ഇതാണ് പ്രതികരണമെങ്കിൽ രാജ്യത്തെ ജനങ്ങൾക്ക് കൂടുതൽ ആളുകൾക്ക് മോദിയുടെ തനിനിറവും തനി സ്വരൂപവും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാണ്. മോദി ഇവിടെ പറയുന്നത് ബീഹാറിലെ ജനങ്ങൾ ഇതുവരെയില്ലാത്ത വലിയ വിജയം ബീഹാറിൽ ഇത്തവണ എൻഡിഎക്ക് സമ്മാനിക്കും എന്നാണ്. എന്നാൽ അതുകൂടി കേട്ടപ്പോൾ ജനങ്ങൾക്ക് പൂർണ്ണമായി തൃപ്തിയായി എന്ന് കാണിക്കുന്നതാണ് ഇത് കേട്ട് അവർ എഴുന്നേറ്റ് ഓടുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് കവർ ചെയ്യുന്നതിന് വേണ്ടി അവിടെ എത്തിയ നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തനം നടത്തുന്ന ദ വയറിന്റെ അർഫ ഖാനും ഷെർവാനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ മോദിയുടെ റാലിയുടെ യഥാർത്ഥ അവസ്ഥ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് എന്ന് വളരെ വ്യക്തമാവും. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ ബീഹാറിലാണ്, യാതൊരു ആരവവുമില്ല, ആളുകൾ വളരെ കുറവാണ്, മോദി ബീഹാറിൽ എത്തുന്നതിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല, എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു മോദിയുടെ ഈ വരവ്, വലിയ മാധ്യമങ്ങളൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയില്ല. പക്ഷേ മോദി ബ്രാൻഡ് ബീഹാറിൽ വളരെ വേഗം പ്രഭ കെട്ടുകൊണ്ടിരിക്കുകയാണ്. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ മോദിയുടെ ജുംലകൾ പഴയതുപോലെ വിശ്വസിക്കാൻ ആളുകൾ ഇനി തയ്യാറല്ല എന്ന് പരിപൂർണമായി വ്യക്തമായിരിക്കുകയാണ്. എന്നാൽ മോദിയുടെ സ്വന്തം സെലക്ഷൻ കമ്മീഷൻ ഉള്ളിടത്തോളം കാലം ഇതൊന്നും മോദിയെ തെല്ലും ബാധിക്കുകയില്ല. ജനങ്ങളുടെ പിന്തുണ പരിപൂർണമായി മോദിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിലും വളർത്തുനായേക്കാളും വിശ്വസ്തയോടെ മോദിക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന സെലക്ഷൻ കമ്മീഷൻ മോദിയുടെ വിജയം ഉറപ്പുവരുത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?